ഇന്ന് ഈ വിഷയം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കും. ഇതുമായി ബന്ധപ്പെട്ട വസ്തുതാ റിപ്പോർട്ട് നൽകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദുരന്തത്തിന്റെ കാര്യകാരണങ്ങൾ, വിലയിരുത്തൽ, നിലവിലെ സാഹചര്യം, രക്ഷാപ്രവർത്തന പുരോഗതി എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ കോടതിയെ അറിയിക്കും. ഉമേഷ് കൊച്ചിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്നതെന്ന്. ഉമേഷ്, ഗുഡ് മോർണിംഗ് പറയുന്നില്ല, കാരണം ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങേണ്ട ഒരു വാർത്തയല്ലല്ലോ, അതിന് തുടർച്ചയല്ലല്ലോ. അപ്പോൾ ഇന്ന് ഈ അപകടവുമായി ബന്ധപ്പെട്ട വസ്തുതാ വിവര റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം, രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ? അതെ മനു, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു. ആ കേസ് ഇതിനു മുൻപ് പലതവണയായി വിവിധ കാലങ്ങളിൽ കോടതിയുടെ പരിഗണനയ്ക്കൊക്കെ വന്നിരുന്നു. ആ ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് ഈ നഷ്ടപരിഹാരം സംബന്ധിച്ച കാര്യങ്ങളിലും ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള അലംഭാവം സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് ഹർജി പരിഗണിക്കുന്ന വേളയിലൊക്കെ കോടതി പരാമർശിച്ചിരുന്നതാണ്. ഇതിന് ശേഷം ഇന്നിപ്പോൾ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അതിന് കാരണം ഇപ്പോൾ സൂചിപ്പിച്ച ഈ കള്ളാടി ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാട്ടിൽ തന്നെ വീണ്ടും ഒരു ദുരന്തം ഉണ്ടാവുകയാണ്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ഇതേ ഹർജി വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അത് പ്രത്യേകമായി കോടതി തന്നെ നിർദ്ദേശിച്ച് അത് ഇന്ന് ആ വിഷയം പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നതാണ്. സ്വാഭാവികമായും ഇന്ന് ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അമിക്കസ് ക്യൂറിയോടും ഒപ്പം സർക്കാരിനോടും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമിക്കസ് ക്യൂറി നിലവിലെ സാഹചര്യം സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്ന് കരുതുകയാണ്. ഒപ്പം അഡ്വക്കേറ്റ് ജനറൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് കോടതിയിൽ പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വസ്തുതാ റിപ്പോർട്ട് സർക്കാർ ഇന്ന് കോടതിക്ക് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ നിലവിലെ സാഹചര്യം, ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, നിലവിലെ സാഹചര്യം, ഒപ്പം രക്ഷാപ്രവർത്തന പുരോഗതി, ഇതൊക്കെ ഏത് തരത്തിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ തന്നെ കോടതിയിൽ വിശദീകരിക്കും എന്നാണ് കരുതുന്നത്. ക്ഷമിക്കണം, ഈ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് AK പ്രീത ഇവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് ഈ ഹർജി ഇന്ന് സ്വമേധയാ പരിഗണിക്കുന്നത്. ആദ്യ ഇനമായി തന്നെ, ഒന്നാമത്തെ കേസായി തന്നെ ഈ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. അപ്പോൾ 10:15 കോടതി ആരംഭിക്കുക. ആദ്യ കേസായി വരുമ്പോൾ എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്, ഇതുവരെയുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഉണ്ടാകും എന്നാണ് കരുതുന്നത്. മനു.